എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എല്ലാ ദിവസത്തെയും പോലെ ഇതാ വന്ന് ഇവിടെ ഇരിപ്പുറപ്പിച്ചു. വീഡിയോ ഇട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കൂട്ടുകാരെ. ഇന്നത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നത് കൂട്ടുകാരെ. ഇന്ന് ഞാൻ ജോലിക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് എനിക്കുള്ള തലമുടിയുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണെന്ന് ഞാൻ നാൾ പറഞ്ഞായിരുന്നല്ലോ കൂട്ടുകാരെ. നമ്മുടെ PT പിള്ള ഡോക്ടറുടെ ആ ഹോസ്പിറ്റലിലാണ്. ഡോക്ടർ അതല്ല, പുള്ളി മരിച്ചു, വേറെ ഡോക്ടറാണ്, മകനാണ്. നല്ല ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നമുക്ക് ചെന്നാൽ കണ്ടു കിട്ടത്തില്ല, ഭയങ്കര പാടാണ്. അത്രയ്ക്ക് പേഷ്യൻറ്റും എല്ലാം ഉണ്ട്, നല്ല ട്രീറ്റ്മെൻറ്റാണ്, അതാണ് കാര്യം. അങ്ങനെ ഞാൻ ഇന്ന് അങ്ങനെ പോയി അവിടെ ചെന്നു. തലേന്ന് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് വേണം പോകേണ്ടുന്നത്, ബുക്ക് ചെയ്തിട്ട് വേണം പോകേണ്ടുന്നത്. അന്നേരം ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും എത്ര മണിക്ക് വരണമെന്ന്. അന്നേരം പറയും, എൻ്റെ അടുത്ത് പറഞ്ഞ് 11 മണിക്ക് വരാൻ. അങ്ങനെ 11 മണിയെന്നും പറഞ്ഞ് നമ്മൾ ഇപ്പം തന്നെ പോയിട്ട് ഇനി വരാമെന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ നമ്മളങ്ങനെ 11 മണിയാകുമ്പോൾ അവിടെ ചെല്ലും. എന്തൊരു സന്തോഷം, ഇപ്പം തന്നെ സാറിനെ കണ്ടിട്ട് ഇനി വരാമെന്ന്. അങ്ങനെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന അങ്ങ് വാങ്ങിക്കും. പ്രിസ്ക്രിപ്ഷനൊക്കെ കയ്യിൽ കാണുമല്ലോ, അതിങ്ങ് തന്ന് വിടുകയാണ് ചെയ്യുന്നത്. എല്ലായിടത്തെയും പോലെ അവിടെ സൂക്ഷിക്കുകയല്ല, നമ്മുടെ കയ്യിൽ തന്നെ തന്നു വിടുകയാണ്. അപ്പോൾ നമ്മളിത് കൊണ്ടുവന്ന് അവിടെ ഒരു പയ്യനുണ്ട്, ആ റിസപ്ഷനിലൊരു ബോയ് ഉണ്ട്. ആ പയ്യൻ ഇതങ്ങ് വാങ്ങിച്ചിട്ട് ഒരു ടോക്കൺ ഇങ്ങ് തരും. ആ ടോക്കൺ മേടിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത് ഇന്ന് നടക്കുന്ന കാര്യമല്ല എന്ന് നമ്മൾ വിചാരിക്കണം. കാരണം അത്രമാത്രം പേഷ്യൻ്റ് ഉണ്ട്. അതുമാത്രമല്ല 3 തരത്തിലുള്ള ഇതുകളാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്രസ്സും പിന്നെ അല്ലാതെ സാധാരണ രാവിലെ തന്നെ ചെന്നെടുക്കുന്നതും പിന്നെ ബുക്ക് ചെയ്യുന്നതും. അങ്ങനെ ബുക്ക് ചെയ്തിട്ട് എന്നാൽ ഞാൻ അവിടെ എൻ്റെ ടോക്കണുമായിട്ട് അവിടെ അങ്ങനെ ഇരുന്നു. യഥാർത്ഥത്തിൽ ആ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നല്ല സുഖകരമായ ഒരു സ്ഥലമാണ്. നല്ല ഫാനിൻ്റെ കാറ്റും നല്ല TV ഒക്കെ ഉണ്ട്. ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്യും. ഇങ്ങനെ കാറിൽ വരുന്നു പോകുന്നു. ഞാൻ കണ്ടതിൽ എല്ലാവരും ഒരു ഫാമിലി മൊത്തത്തിലാണ് അങ്ങ് വരുന്നത്. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് അവിടെ ഇരിക്കും. അങ്ങനെ TV ഒക്കെ കണ്ട് ഇരിക്കും. കുറേ നമ്മൾ അവിടെ ഇരുന്ന് വാച്ച് ചെയ്യുമ്പം കുറേ പേരെല്ലാം മൊബൈലിലായിരിക്കും. കുറേ പേര് കൊച്ചു വർത്താനം പറഞ്ഞങ്ങനെ ഇരിക്കും. കൂടുതൽ സമയവും ഗെയിം കളി ഇങ്ങനെയൊക്കെ ആയിരിക്കും. മൊബൈലിൽ കുത്തിയിരിപ്പാണ് എല്ലാവരുടെയും ജോലി. ഞാനിതെല്ലാം കണ്ടെങ്കിൽ ഇരിക്കും. അവിടെ ചെന്നിരുന്നാൽ എനിക്ക് അങ്ങ് നല്ല അടിച്ചു കൊന്നാൽ ഉറങ്ങാത്ത നമ്മൾ അവിടെ ചെന്നിരുന്ന അങ്ങ് അറിയാതെ കണ്ണടഞ്ഞു പോവും. കാരണം ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നത് കൊണ്ട് മുകളിൽ ഈ ഭിത്തിയൊന്നും ഇല്ലാതെ ഇങ്ങനെ വേറൊരു സെറ്റിങ്ങാണ്. അന്നേരം ഈ നാനാ ഭാഗത്തു നിന്നുള്ള കാറ്റ് അങ്ങോട്ട് തന്നെ അങ്ങ് അടിച്ച് വരും. പിന്നെ എല്ലാ ഫാനും അങ്ങ് ഇടുമ്പോഴത്തേന് തലയുടെ മുകളിൽ ഈ കാറ്റടിക്കുമ്പോഴത്തേന് അറിയാതെ കണ്ണങ്ങ് അടഞ്ഞു പോവും. വളരെ സുഖകരമായ ഒരു ഇരിപ്പാണ്. അങ്ങനെ ഇരിക്കുന്നു 10 മിനിറ്റ് 20 മിനിറ്റും 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് അങ്ങനെ അങ്ങ് പോസ്റ്റാവും. ഇപ്പം വിളിക്കും ഒരു നമ്പർ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഇപ്പോൾ ഉടനെ തന്നെ എല്ലാം വിളിച്ചതായി ഇപ്പം തീരുമെന്ന്. അങ്ങനെ ഒരു നമ്പർ ആ ടോക്കൺ തെളിയുന്നതിനകത്ത് വരും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും ഇനി ഒരു 10ാമതാകുമ്പോൾ നമ്മൾ ആവും, ഇപ്പോൾ ഉടനെ തന്നെ ആവുമെന്ന്. അങ്ങനെ ടോക്കണിൻ്റെ നമ്പർ ഇപ്പോൾ 11 ആണെങ്കിൽ അതുപോലെ അവിടെ അങ്ങ് കിടക്കും. അങ്ങനെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കണം. പിന്നെ അടുത്ത എക്സ്പ്രസ്സിൻ്റെത് വിളിക്കും. അപ്പോൾ അതങ്ങ് കഴിയും. പിന്നെ രാവിലെ നിന്ന് ടോക്കൺ എടുത്ത ടീമുകൾ അവരെ വിളിക്കും. അങ്ങനെ ഇത് 3 മാറി മാറി വരണമെങ്കിൽ ഒരാൾ മാറി പോകണമെങ്കിൽ തന്നെ സമയം ഒരുപാട് എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഈ അർജൻറ്റായിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന എമർജൻസിക്കാരുണ്ടെങ്കിൽ അവരങ്ങ് കയറും. അപ്പം പിന്നെയും നമ്മൾ ബാക്കിലാകും. അങ്ങനെ ഭയങ്കര ഒരു ടാസ്ക്കാണ് സാറിനെ കാണുക എന്നുള്ളത്. സാറ് നല്ല ട്രീറ്റ്മെൻറ്റാണ്. എൻ്റെ മൊട്ടത്തല എന്തായാലും ഒരു വിധമൊക്കെ വളരുന്നുണ്ട്. പൊങ്ങിയിരിക്കുന്നുണ്ടാ കൂട്ടുകാരെ. ഒന്നുമില്ലായിരുന്നു, എല്ലാം പോയി കിടന്നതായി. പക്ഷേ ഇപ്പോൾ മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പം അത്ര വിശ്വാസമാണ് അതിൻ്റെ വളരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കുറേ എല്ലാം പൊങ്ങി വരുന്നുണ്ടാ കൂട്ടുകാരെ.
അവിടെയൊക്കെ എല്ലാം പോയിരുന്നതാണ് ഈ തലയുടെ ഉച്ചി ഈ ഭാഗത്ത്. അങ്ങനെ ഒരു സമാധാനം ഇപ്പോൾ ഉണ്ട്. മുടിയൊക്കെ വളരുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പിന്നെ അവിടെ ഇരിക്കുമ്പം പലതരത്തിലുള്ള സ്കിന്നിൻ്റെ ആളുകളും ഒരുപാട് പേര് വരുന്നുണ്ട്. അതാണ് നമുക്ക് ഭയങ്കര സങ്കടമായത്. ചില വലിയ മുറിവുകളും അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസൊക്കെ വരുന്നുണ്ട്. ചില അമ്മമാരൊക്കെ കാലിനൊക്കെ ഷുഗറൊക്കെ കാണും, അതായിരിക്കും കാര്യം. പിന്നെ പലതരത്തിലുള്ള കൂടുതലും ഈ കൗമാരപ്രായക്കാരായിട്ടുള്ള പിള്ളേർ ഒരുപാട് വരുന്നുണ്ട്. കാരണം വല്ല മുഖക്കുരുവിൻ്റെയൊക്കെ ആയിരിക്കും പ്രോബ്ലം. അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റിനായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ അടുത്തിരുന്ന ഒരു ലേഡി നല്ല കോപ്പറേറ്റീവാണ്, നല്ല മിങ്കിൾ ചെയ്ത് നല്ല സ്നേഹത്തോടെ കാര്യമൊക്കെ പറയുന്ന ഒരു ടീമായിരുന്നു. അപ്പോഴും ഞാൻ ചോദിച്ചപ്പം പറഞ്ഞ് അമ്മയും കൊണ്ട് വന്നതാണ്, കാലിന് ഇതാണ് പ്രശ്നം. അവരങ്ങ് പത്തനാപുരത്ത് നിന്നെങ്ങാണ്ട് വന്നതാണ്. വണ്ടിയൊക്കെ വിളിച്ച് മൊത്ത ആളുകളുമൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇനി ഇവിടുന്ന് അങ്ങ് ചെല്ലുമ്പോൾ എത്ര മണിയാവുമെന്തോ, അത്ര പാടാണ് കാണാൻ. അങ്ങനെ എല്ലാ ആളുകളുടെ അടുത്തും ഞാൻ പറയുകയാണ്, കൂട്ടുകാരെ, മുടിയുടെ പ്രോബ്ലം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, മുടിയെല്ലാം വളരും, യാതൊരു കുഴപ്പമില്ലാതെ വളരും. പക്ഷേ അങ്ങ് ഇതുപോലെ അങ്ങ് അറ്റം പറ്റി ഒരു പരുവായ കുറച്ച് സമയമെടുക്കും. എന്നാലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കൂട്ടുകാരെ. ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ആരെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ്. കാരണം നല്ല ഹെയറൊക്കെ കെയർ ചെയ്യണം. ബിഗിനിങ്ങിൽ തന്നെ മുടി പൊഴിച്ചിൽ തുടങ്ങുമ്പോൾ തന്നെ ചെയ്യുകയാണെങ്കിൽ എല്ലാം നല്ല കൃത്യമായിട്ട് വളരും. ഒന്നും നമുക്ക് ടെൻഷൻ വേണ്ട. ഇനി ഇത് വളരുമോ ഇല്ലേന്നൊന്നുമുള്ള ടെൻഷനൊന്നും വേണ്ട. നമുക്ക് പ്രതീക്ഷിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ നമുക്ക് ഇതൊരു ആശങ്കയായിരിക്കും, ഞാൻ ഇനി ഇതൊക്കെ ചെയ്താൽ എന്തായിരിക്കും, വളരുമെന്നൊക്കെ ഉള്ളൊരു സംശയമായിരിക്കും കൂട്ടുകാരെ. ഞാൻ ഇവിടെ വന്ന് കുറേ താമസിച്ച് വന്ന വഴിക്ക് കടയിൽ കയറി സാധനമൊക്കെ വാങ്ങിച്ച് മോറിൽ ബുധനാഴ്ചയല്ലേ അവിടെ എല്ലാം ഓഫറൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് അവിടെ എഴുതിയിട്ടേക്ക്. അവിടുത്തെ പെൺപിള്ളേർ നമ്മളെ നമ്പർ എടുത്ത് വെച്ച് തലേന്നൊക്കെ വിളിക്കും. ബുധനാഴ്ചയും ശനിയും ഞായറും ഒക്കെ അവിടെ ഓഫറുണ്ടെന്ന്. അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റിയ 2-3 സാധനങ്ങളാണ്. കറിവേപ്പില എന്നാൽ എല്ലാവരും വീട്ടിൽ കാണും, എന്നാലും അവിടെ നിന്ന് മേടിക്കുന്ന ഒരു സന്തോഷമാണ്. പിന്നെ അല്ല ചീര, പിന്നെ ചില കുറിപ്പ് സാധനങ്ങൾ പിള്ളേർക്കൊക്കെ കുറിക്കണമെങ്കിൽ അതുമൊക്കെ നല്ല ഓഫറിട്ട് അവിടെ ഇരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമുണ്ട് ഓഫറിൽ കിട്ടുന്നത്, സോപ്പിൻ്റെ ലിക്വിഡ്, അതൊക്കെ അവിടെ ഇരിക്കുന്നു. പിന്നെ കുറേ ബെഡ്ഷീറ്റുകളും എല്ലാം ഇരിക്കുന്നു. ഞാൻ ചുമ്മാ അവിടെ ഒന്ന് കയറി എനിക്ക് വേണ്ടുന്ന ചീരയും പിന്നെ എന്താ ഈ ഓഫർ ഇട്ടേക്കുന്ന വെജിറ്റബിൾ ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നതിനാണ് ഞാൻ കയറിയത്. അവിടെ കുറച്ച് നേരം കയറി എന്തൊക്കെ ഓഫറൊക്കെ ഉണ്ടെന്നൊക്കെ കണ്ടിട്ട് ഞാൻ ഇനി പോരുന്നു. പാലുമൊക്കെ വാങ്ങിച്ച് ഇനി തിരിച്ച് വന്ന് ഇവിടെ വന്നപ്പോഴത്തേനങ്ങ് താമസിച്ച്. എന്നാലും വീഡിയോ ഇട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാൻ വന്ന പാടെ ഇവിടെ ഇരിക്കുകയാണ്, ചായ ഒന്നും കുടിച്ചില്ല, ഇവിടെ ഇരിക്കുകയാണ്. അപ്പോഴൊരു അടുത്തുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു കല്യാണം പറയാൻ വന്ന്. അങ്ങനെ അവരുടെ അടുത്തിരുന്ന് കുറച്ച് കാര്യം പറഞ്ഞ്. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള എടുത്ത ഒരു ചേച്ചിയാണ്. ചേച്ചിക്ക് 2 ആൺപിള്ളേരാണ്, അതിലൊരു മോൻ്റെ കല്യാണം. അപ്പോൾ എൻ്റെ മോനെ കുഞ്ഞുനാളിലേ കണ്ടിട്ടുള്ളൂ. അത് കാരണം മോനെ തിരക്കിയപ്പോൾ മോൻ ഇതുവരെ വന്നില്ല. അവൻ ക്ലാസ്സും കഴിഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് വർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങ് എൻഗേജ്ഡായി കാണും. അങ്ങനെ കണ്ടില്ല. കൊച്ചു മോനായിട്ടിരിക്കുമ്പം കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇന്ന് രാവിലെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ താത്താക്കുഞ്ഞിനെ കണ്ടു. പക്ഷേ ഇതുവരെയും ഞാൻ പറഞ്ഞില്ലേ, പുറം വേദനയെല്ലാം ആയിട്ട് MRI എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ അടുത്തൊരു കുറേ സംശയമായിട്ട് നിന്നു. പക്ഷേ ആ വഴിയിൽ ഭയങ്കര വണ്ടിയൊക്കെ പോകുന്ന ബഹളം കാരണം എനിക്ക് കേൾക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ പതുക്കെ പറഞ്ഞ് എല്ലാം അറിയാൻ പറ്റും, MRI എടുത്താൽ മതിയെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് പാർട്ടി അങ്ങ് പറഞ്ഞു വിട്ടു. സമയവും പോയായിരുന്നു. അങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഇനി നാളെ എൻ്റെ മുടിയെല്ലാം വളരുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞാൻ ഇനി നാളത്തെ ദിവസത്തെ കാത്തിരിക്കുകയാണ്. ശകലമൊക്കെ മുകളിൽ മുളച്ചിരിക്കുന്നുണ്ട് കൂട്ടുകാരെ. ഇവിടെ എല്ലാം അങ്ങ് പോയതായിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ ഇച്ചിരി നല്ല മാറ്റമുണ്ട്. എന്നാലും ഇനിയും ഉണ്ട്. എന്നാലും
ഇപ്പോൾ കുറച്ച് നാൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങളല്ലേ ആയുള്ളൂ. ഇനിയും കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നല്ല മാറ്റം വരും. ഇന്ന് ഇതൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ. സില്ലി കാര്യങ്ങളാണ്. എല്ലാവരും ഇതിനകത്തൊരു പോസിറ്റീവ് ഉണ്ട്, അതെല്ലാവരും മനസ്സിലാക്കണം. കാരണം മുടിയുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, സ്കിന്നിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അടിപൊളി ട്രീറ്റ്മെൻറ്റാണ് കൂട്ടുകാരെ. പോയി ഡോക്ടറെ കണ്ടാൽ മതി. അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഇത് ഞാൻ പറയേണ്ട, എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓക്കെ.